ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോൻ ലൗലിക്ക് ഉപ്പിലിട്ടത് എടുത്തിട്ട് അതിങ്ങനെ കമഴ്ത്തി വെച്ച്. അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അതിലെ ചാറ് മൊത്തം അതിൽ വീണിട്ട് ആകെ കുളമായി കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് നല്ല വൃത്തിയാക്കി എടുത്തു. തുടച്ചിട്ട് പോകണുണ്ടായിരുന്നില്ല. തലേ ദിവസം വെച്ചതല്ലേ, അപ്പോൾ അതിങ്ങനെ കട്ടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണി എൻ്റെ ഇതായിരുന്നു. അപ്പോൾ രാവിലത്തെ പണി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ. അങ്ങനെ ആ പണിയൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. അപ്പം ഞാൻ വേഗം ആ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ 2024 കഴിഞ്ഞ് 2025 കടക്കാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റിയെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചായിരുന്നു, പക്ഷെ ഒക്കെ ഫ്ലോപ്പായിപ്പോയി, ഒന്നും നടന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവളുടെ ആക്സിഡൻറ്റ് കാര്യങ്ങളും. അവൾക്ക് ആദ്യം ചെറിയ ഒരു കാലിന് ഫ്രാക്ചർ സംഭവിച്ച് ഫസ്റ്റ് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ പറ്റിയില്ല. ആളാകെ തകർന്ന് തരിപ്പിടമായി ഇരിക്കുകയായിരുന്നു. ആളായാലും നമ്മൾ ആയാലും ഒക്കെ ആകെ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഓണായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആക്റ്റീവായത്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച പേപ്പറാണ് കേട്ടോ. ഇതാവുമ്പോൾ നമ്മൾ ഈ പേപ്പർ വിരിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമ്പോൾ പെട്ടെന്ന് അഴുക്കൊന്നാവില്ല. നമുക്ക് ഈ പേപ്പർ എടുത്ത് തുടച്ചാലും മതി. അങ്ങനെ ഓരയലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ക്രാച്ച് വീഴില്ല. അങ്ങനെ നല്ല ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ കവറായിട്ട് ഇരിക്കുന്ന പേപ്പർ കിട്ടിയില്ല. ഇങ്ങനെ ചെറിയ പേപ്പർ എനിക്ക് കിട്ടി. ചെറിയ ഫ്രിഡ്ജിൻ്റെ ആണെന്ന് തോന്നുന്നത്. അപ്പം ഞാൻ സൈസ് നോക്കാണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സൈസൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വാങ്ങിച്ച് വെക്കട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഫ്രിഡ്ജിൽ വെക്കണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2024 കഴിയാനായിട്ട് ഇങ്ങനെ പോകുന്നു. ക്രിസ്മസ് അടുക്കുന്നു. ആഘോഷങ്ങളുടെ മാസമാണ് ഡിസംബർ അല്ലേ. ആഘോഷം എല്ലാവരും ആഘോഷിക്കുന്ന സമയമാണ്. ഡിസംബർ ആവുമ്പോൾ ഒരു വലിയൊരു ആഘോഷം. വർഷം കഴിയാണ്, ക്രിസ്മസ് ആവണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേട്ടാ. ഇപ്പം മന്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് പല രീതിയിലായിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കണേ. ആദ്യം ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച്. അത് കഴിഞ്ഞ് നമ്മൾ പാനിലേക്ക് സവാളയും മല്ലിയിലയും, എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടായില്ല, ക്യാപ്സിക്കം ഇടണം, ക്യാപ്സിക്കം ഉണ്ടായില്ല, അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ അങ്ങനെ സവാള ഇതൊക്കെ വഴറ്റിയിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് ഞാൻ ഉണ്ടാക്കുക ശരിയാവില്ല, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴും മനസ്സിലായി ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. വേറെ നമുക്ക് ഉണ്ടാക്കണ്ട, ഒക്കെ പെട്ടെന്നാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫുഡ് പെട്ടെന്ന് റെഡിയാവും, അന്ന് നല്ല ടേസ്റ്റിയുമാണ്. ഒരു ചമ്മന്തി മയോനൈസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം. അങ്ങനെ ഇപ്പോൾ 2024 തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും അല്ലേ. ഞാനിങ്ങനെ ചെയ്യും, ഈ വർഷം ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ഓരോ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും. അതേപോലെ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അതേപോലെ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്കിങ്ങനെ തീരുമാനം എടുത്തിട്ട് അതേപോലെ ചെയ്യാൻ പറ്റി, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിക്കണവർ അതേപോലെയൊക്കെ നടക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
അപ്പം ഞങ്ങൾ ഓരോ ഡിസിഷൻസ് എടുത്ത്, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ടാർഗറ്റ് ഞങ്ങൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് വന്ന്, അതുകൊണ്ട് നമുക്കത് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് എല്ലാ രീതിയിലും നമ്മ എന്തൊക്കെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും നേടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പറ്റില്ല. നമ്മൾ എന്തുദ്ദേശിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ വർഷം തന്നെ നമുക്ക് അത് ചെയ്ത് തീർക്കാനും പറ്റില്ല, ഇല്ലേ? അങ്ങനെയുണ്ട്. ഞാൻ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് വെന്ത് അത് നമ്മൾ വെള്ളം ഊറ്റണം കേട്ടോ. അപ്പോൾ ഒരു ഊറ്റണ പാത്രത്തിലേക്ക് അത് ഒഴിക്കണതാണ് ഈ കാണുന്നത്. ചൂടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ പയ്യെ ഊറ്റണതാണ് ആ കാണുന്നത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇടണം. ചിക്കൻ ഒരുവിധം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ റൈസ് ഇടുക. റൈസ് ഇട്ടിട്ട് അടച്ച് വെക്കാം. അതിനിടയിൽ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. കത്തിയെടുത്തപ്പോൾ കൈ മുറിഞ്ഞു. പിന്നെ ഗ്യാസും തീർന്നു. അതാ പറഞ്ഞത്, നമ്മൾ കാര്യമായിട്ട് പണിയെടുക്കണതിൻ്റെ ഇടയിൽ ഓരോ പണികൾ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഗ്യാസ് തീർന്നു. അപ്പം ഞാനത് മാറ്റാനുള്ള തന്ത്രപ്പാടിലാണ്. എനിക്ക് ഈ ഗ്യാസൊക്കെ മാറ്റൽ ഇപ്പോഴാണ് ഞാനൊക്കെ ചെയ്ത് തുടങ്ങിയേക്കണേ. എനിക്കതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഞാൻ അതിനൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. സൂക്ഷിച്ച് ഒക്കെ ചെയ്യണേ. എന്നാലും ഒരു ഉൾഭയം ഉണ്ടാവുമല്ലോ. അത് തുടക്കമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സെറ്റായോ ഒരു പ്രാവശ്യം വെച്ചാലും ഒന്നും കൂടിയൊക്കെ വെച്ച് നോക്കും. അതാണ് എൻ്റെ പ്രത്യേകത. സെറ്റായോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. അതിന് വല്ല ഇളക്കമുണ്ടോ അങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ അതേപോലെയൊക്കെ നിങ്ങളും നോക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ ഗ്യാസ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വേറെ സെറ്റ് ചെയ്യാൻ പറ്റി.
2 ദിവസം മുന്നേ വന്നോളൂ ഗ്യാസ്. അപ്പോൾ അതും റെഡിയാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.